നമസ്കാരം, ഞാൻ അഞ്ജലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. നികുതി കാക്കാൻ പുതിയ പോലീസ്. ചരക്കു സേവന നികുതി ജൂലൈ 1 പ്രാബല്യത്തിൽ വരുന്നതിനൊപ്പം തട്ടിപ്പുകൾ തടയാൻ GST പോലീസും. വിപുലമായ അധികാരമുള്ള സേനയുടെ രൂപീകരണത്തിൽ അന്തിമ തീരുമാനം ജൂൺ 3 ചേരുന്ന GST കൗൺസിൽ യോഗത്തിൽ. GST പോലീസും ജൂലൈ 1 നിലവിൽ വരും. കേന്ദ്രം മുതൽ സംസ്ഥാന തലം വരെ വൈപുല്യമുള്ള സേനയ്ക്ക് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എന്ന് പേരിടാൻ നിർദ്ദേശം. സേനയുടെ ഘടനയും ചട്ടങ്ങളും സംബന്ധിച്ച വിശദാംശങ്ങൾ അടുത്ത GST യോഗം ചർച്ച ചെയ്യും. രഹസ്യ വിവര ശേഖരണത്തിന് GST ഇന്റലിജൻസ് വിഭാഗവും പരിഗണനയിൽ. വിപണിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ, തട്ടിപ്പുകൾ, കബളിപ്പിക്കൽ, കൊള്ളലാഭം എടുക്കൽ തുടങ്ങിയവ GST പോലീസിന്റെ പരിധിയിൽ. ഇടപാടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യാപാരികൾ GST കസ്റ്റംസ് ബോർഡിന് മറുപടി നൽകേണ്ടി വരും. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതി കൗൺസിൽ യോഗം ചർച്ച ചെയ്യും. വിലക്കു കടക്കാൻ വഴി തേടി. കാലിവിൽപ്പന നിയന്ത്രണത്തിന്റെ പ്രതിസന്ധി മറികടക്കാൻ സർവകക്ഷി യോഗത്തിനൊരുങ്ങി സർക്കാർ. കേന്ദ്ര വിജ്ഞാപനത്തിന്റെ വിലക്കിനുമീതെ നിയമനിർമ്മാണത്തിന് സാധ്യത തേടി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കും. സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലേക്കുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റം ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കാനും ആലോചന. സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കണോ അതോ സ്വന്തം നിയമനിർമ്മാണം നടത്തണോ എന്ന വിഷയത്തിൽ സർക്കാർ നിയമോപദേശത്തിന്. അതിനുശേഷം ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ സർവകക്ഷി യോഗത്തിന് തീയതി നിശ്ചയിക്കും. പരിഹാര ചർച്ചകളുമായി ഇന്ന് മുഖ്യമന്ത്രിയുടെയും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെയും കൂടിക്കാഴ്ച. കാലവർഷത്തിന്റെ കാലൊച്ച. മൺസൂണിന്റെ പടിവാതിലിൽ കേരളം. 2 ദിവസം വൈകിയെത്തുന്ന കാലവർഷത്തിനു മുന്നോടിയായി സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും കനത്ത മഴ. ഇക്കുറി കാലവർഷം പതിവിലും ശക്തമാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. അതേസമയം ശ്രീലങ്കയിൽ തുടരുന്ന പേമാരിയിൽ മരണസംഖ്യ 150 കടന്നതായി റിപ്പോർട്ട്. വെള്ളപ്പൊക്കത്തിൽ 100-ലധികം പേരെ കാണാതായി. മുഖം മാറുന്ന യുദ്ധം. സംഘർഷം വ്യാപകമാകുന്ന കശ്മീരിൽ ഭീകരവിരുദ്ധ നീക്കം ശക്തമാക്കുമെന്ന പ്രഖ്യാപനവുമായി സൈനിക മേധാവി. കശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിനെതിരെ നടക്കുന്നത് തരം താണ യുദ്ധം. ഇതിനെ നേരിടാൻ വേറിട്ട മാർഗം സ്വീകരിക്കേണ്ടി വരുമെന്നും കരസേനാ മേധാവി ബിപിൻ റാവത്ത്. താഴ്വരയിൽ സ്ഥിതിഗതികൾ വീണ്ടും വഷളായത് സൈനിക നടപടിക്കിടെ ഹിസ്ബുൾ കമാൻഡർ സബ്സർ അഹമ്മദ് ഭട്ട് കൊല്ലപ്പെട്ടതോടെ. പ്രതിഷേധം ശക്തമായ ശ്രീനഗറിലും വടക്കൻ കശ്മീരിലും സുരക്ഷാ സൈനികർക്കു നേരെ കല്ലേറും പെട്രോൾ ബോംബ് ആക്രമണവും. അതിനിടെ അതിർത്തി വഴി നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരു ഭീകരനെ സൈന്യം വധിച്ചു. നടപടി പൂഞ്ച് സെക്ടറിലെ കൃഷ്ണഘാട്ടി മേഖലയിൽ ഇന്നലത്തെ ഏറ്റുമുട്ടലിനിടെ. ഇതോടെ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ എണ്ണം 11ആയി. പ്രതികൂല കാലാവസ്ഥ മുതലെടുത്ത കൂടുതൽ ഭീകരൻ നുഴഞ്ഞു കയറ്റത്തിന് ഒരുങ്ങുന്നതായും റിപ്പോർട്ട്. സൗഹൃദത്തിലെ സാമ്പത്തികം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചതുർരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള യാത്ര ജർമ്മനി, റഷ്യ, സ്പെയിൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലേക്ക്. നാളെ ജർമ്മനിയിൽ എത്തുന്ന പ്രധാനമന്ത്രി ചാൻസലർ ആംഗല മെർക്കൽ, പ്രസിഡന്റ് വാൾട്ടർ സ്റ്റെയിൻ മെയർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ചൊവ്വാഴ്ച സ്പെയിൻ സന്ദർശനത്തിനു ശേഷം ബുധനാഴ്ച റഷ്യയിലെത്തുന്ന മോദി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. വെള്ളിയാഴ്ചത്തെ ഫ്രാൻസ് സന്ദർശനത്തിൽ നിയുക്ത പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചർച്ച നടത്തും. ഭീകരവാദം, രാജ്യസുരക്ഷ, ഊർജ്ജം തുടങ്ങി നിരവധി മേഖലകളിൽ 4 രാജ്യങ്ങളുമായി മോദി തന്ത്രപ്രധാന കരാറുകളിൽ ഒപ്പുവെക്കും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.